നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പരിഹാരമൊന്നും കാണുന്നില്ല ജോത്സ്യരെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇത് അപരിഹാര്യമായ വിധിയാണെന്ന്. ഒരു നിമിഷം മുൻപ് ആ കുഞ്ഞിനെ ഈ ദേശം കടത്തുന്നതാണ് നല്ലത്. പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ, അപകടം പിടിച്ച ജന്മങ്ങളെ ചങ്ങാടത്തിൽ കെട്ടിവെച്ച് പുഴ കടത്തിവിട്ട കഥകൾ. അവരൊക്കെയും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അതാ പറഞ്ഞത്, വിധിയെ വെല്ലുവിളിക്കാൻ മനുഷ്യരപ്രാപ്യരാണെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനും പറ്റില്ലല്ലോ. ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ മറ്റോ വഴിപാടുകൾ നടത്തിയ കുഞ്ഞിന്റെ ദോഷം മാറിക്കിട്ടൂ. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും നീചരാശിയാണ്. ഈ പറഞ്ഞ ചെമ്പകശ്ശേരിയിലെ ഏതോ തലമുറയിലെ കാരണവന്മാർക്ക് കയ്യബദ്ധം പറ്റി ജീവനാശം സംഭവിച്ച ഒരു ദുരാത്മാവാണ് ഈ കുഞ്ഞിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അത് പ്രതികാരദാഹിയാണ്. പുനർജന്മം സ്വപ്നം കണ്ട് പറ്റിയ ഒരു ശരീരം നേടി ഇത്രയും കാലം അത് അലഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പൊ ഈ കുഞ്ഞിലൂടെ അത് പുനരവതാരം കൈക്കൊണ്ടു. സർവനാശമാണ് ലക്ഷ്യം. ചെമ്പകശ്ശേരി തറവാട്ടിലെ അംഗങ്ങളെ മാത്രമല്ല, അവരുമായി ബന്ധമുള്ള സർവരെ ഇല്ലായ്മ ചെയ്തിട്ടേ അത് മടങ്ങൂ. പ്രസവിച്ച അമ്മയ്ക്ക് ഒരുപക്ഷെ അറിയിപ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവും. ഒരു കുഞ്ഞിനെ വളർത്താൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവരല്ലെങ്കിൽ ഇത്ര കുഞ്ഞിലെ അതിനെ ദത്തു കൊടുക്കൂ. അത് തന്നെ ദുരൂഹമല്ലേ? അവരതിന് പറഞ്ഞ കാരണം ഞാൻ ജോത്സ്യരോട് പറഞ്ഞല്ലോ. അത് വിശ്വാസയോഗ്യമല്ലെന്ന് ഞാനും പറഞ്ഞല്ലോ. അവർ ഈ കുഞ്ഞിന്റെ ജാതകം കാണിക്കാൻ വിവരമുള്ള ഏതെങ്കിലും വേറെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അവരാവും ഈ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തത്. അതിനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ പിന്നെ ഈ കുഞ്ഞിനെ തിരിച്ചു പിടിക്കാൻ അവരെന്തിനാ ഈ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? നിങ്ങളുടെ മകൾ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കില്ല എന്നല്ലേ പറഞ്ഞത്? ചിലപ്പോ ഒരിക്കലും തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. വാശി പിടിപ്പിച്ചാലല്ലേ പ്രതിപക്ഷത്തൊരു ബലം ഉണ്ടാവൂ. ആർക്കറിയാം ആരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന്. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ഒഴിവാക്കണം. ദുരന്തങ്ങളും ദുർമരണങ്ങളും ഒരു വിളിപ്പാടകലെ നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യം മറക്കരുത്. അത് പറ. അപ്പൊ ഈ രേഖയാണ് പ്രശ്നമല്ലേ? ഏത് രേഖ? ഇടതുവശത്തുനിന്ന് വലത്തേക്ക് സഞ്ചരിക്കുന്ന ബുധരേഖ. ഇത് നടുവിൽ നിന്ന് മുറിഞ്ഞിരിക്കുന്നു. എവിടെ? വെറുതെയാണോ വഴിപാടുകൾ ഫലം കാണാത്തത്? അയ്യോ, ഇനി എന്ത് ചെയ്യും? ഒഴിവ് രേഖകൾ വല്ലതും ഉണ്ടോ നോക്കട്ടെ. വേഗം നോക്ക് കാക്കത്തിയമ്മ. ഞാൻ അവളെ മാക്സിമം വരട്ടി നോക്കി. അവളുടെ മുഴുവൻ രഹസ്യങ്ങളും വിളിച്ചു പറയുന്നു വരെ പറഞ്ഞു. പക്ഷെ അവൾക്കൊരു കൂസലും ഇല്ല. എങ്ങനെ കൂസും? പിടി അവളുടെ കയ്യിലല്ലേ. ഈശ്വരൻ നിസ്സഹായനാണ്. അയ്യോ, ഒരു ബാലരേഖ തെളിഞ്ഞു കാണുന്നുണ്ട്. അതെന്തുവാ? പറയാം. ആദ്യം ഒരു 1001 രൂപ എടുത്ത് പഴനിയാണ്ടവനെയും നാഗമടത്തെ തമ്പുരാട്ടിയും മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ വയ്ക്ക്. ബാലരേഖ ഗുണം ചെയ്യുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഭാഗ്യം, രക്ഷപ്പെട്ടു. നഷ്ടപ്പെട്ടതെല്ലാം അമ്മയ്ക്ക് തിരിച്ചു കിട്ടും. പക്ഷെ എന്ത് വില കൊടുത്തും എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ സ്വന്തമാക്കണമെന്നാണ് ബാലരേഖ പറയുന്നത്. ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ വേറെയില്ല. അത് കയ്യിൽ വരുന്നതോടെ അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. സാക്ഷാൽ ദുർഗാദേവിയല്ലേ മകളായി അവതരിച്ചിരിക്കുന്നത്. നേരാണോ കാക്കത്തിയമ്മ? പിന്നെ ഹസ്തരേഖ ശാസ്ത്രം കള്ളം പറയോ? ഇത്രയും സൗഭാഗ്യങ്ങളുള്ള ഒരു കുട്ടി ഈ ഭൂമുഖത്ത് വേറെ ഇല്ല. അവൾ ഇരിക്കുന്നിടം സ്വർഗഭൂമിയായി മാറും. പിന്നെന്താ കാക്കത്തിയമ്മ അന്നിത് പറയാതിരുന്ന? അത് പിന്നെ അന്ന് ഈ ബാലരേഖ തെളിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു 501 രൂപ കൂടി ദക്ഷിണ വെച്ച് മരുത്വാമല തേവരെ മനസ്സിൽ ധ്യാനിച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ, എല്ലാം ശരിയാവും.
അപ്പൊ ആ സുജാതയുടെ കാര്യം? അതും ശരിയാവും. പക്ഷെ സർവൈശ്വര്യ ദേവതയായ ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് കൈകളിലെത്തണം. അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ വേഗം നോക്ക്.